ദേ ഇന്ന് കാലത്തെ എന്തുണ്ടാകുമെന്ന് ഓർത്ത് ഇങ്ങനെ മന്ദിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് ഉണക്കച്ചെമ്മീൻ ബാക്കിയുള്ളവരും ഓർത്തത്. എന്നാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഉണക്കച്ചെമ്മീൻ വറുക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിന് വേണ്ട ഐറ്റംസൊക്കെ ദേ ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ പിന്നെ നമുക്ക് ഉണക്കച്ചെമ്മീത്തിൽ ഉപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പുവെള്ളത്തിൽ അതൊന്ന് മുക്കി വെക്കണം കേട്ടോ. നമ്മൾ തന്നെ ഉണക്കി ചെമ്മീനായത് തന്നെ അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയാണ് കേട്ടോ. ഉള്ളി നല്ലോണം ഇങ്ങനെ അരച്ച് പായസം പോലെ എടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മിയെടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഉണക്കച്ചെമ്മീത്തിൻ്റെ മെയിൻ മസാല. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെമ്മീത്തിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം. ചട്ടി അങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ അങ്ങനെ വറുത്തെടുക്കാം. ഞാൻ ഡയറക്റ്റ് ഉപ്പുവെള്ളത്തിൽ നിന്ന് കോരി ചെമ്മീനാണ് കേട്ടോ ഇട്ട് വറുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് മുരിഞ്ഞും പോകാൻ പാടില്ല, പക്ഷെ കറക്റ്റ് മുരിവുമായിരിക്കണം, അല്ലെങ്കിൽ ചെമ്മീൻ ഇങ്ങനെ കയ്പ്പ് ചൊവ്വ ഉണ്ടാവും കേട്ടോ. ഒരു പാകത്തിന് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് മുരിച്ചെടുക്കാനായിട്ട്. ഇതേ അങ്ങനെ ചെമ്മീനൊക്കെ ഇവിടെ മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നല്ലോണം മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ചെമ്മീൻ മൊരിയിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ടായിരുന്നു, അത് പറയാൻ മറന്നു പോയിട്ടോ. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ മസാല അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മസാല മൂപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിക്കണം. പിന്നെ ഈ മസാലയുടെ മൂപ്പിലാണ്ടോ ഈ ചെമ്മീത്തിൻ്റെ മെയിൻ ടേസ്റ്റ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ഒരുപാട് കരിഞ്ഞും പോകാൻ പാല മൂക്കുകയും ചെയ്യണം. മൂത്തില്ലെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. നല്ലോണം ചുമന്ന ഒരു പരിവമ്പോളാണ് ഇത് എടുക്കേണ്ടത്. ഇതേ അങ്ങനെ മസാല മൂത്ത് വന്നപ്പോഴത്തേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ടതേ നമ്മുടെ ഇവിടെ ഉണക്കച്ചെമ്മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ. പ്രത്യേക ഒരു കാര്യം പറയാം, ചെമ്മീത്തിൻ്റെ മൊരിവും പിന്നെ മസാലയുടെ മൊരിവും കറക്റ്റായാൽ മാത്രമേ ഇത് സൂപ്പർ ആവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഫ്ലോപ്പായി പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് പയ്യെ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. എന്തായാലും സംഭവം ഇത് സൂപ്പറാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം കേട്ടോ. കാര്യം ഞാൻ നല്ലോണം ഉള്ളി പായസം പോലെ എടുത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവണേ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ ഉണക്കച്ചെമ്മീൻ വറുക്കണേന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം. ടാറ്റാ.